വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. സർക്കാർ PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി 4 വർഷം കൂട്ടിയിരിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് 40 വയസ്സുവരെ അപേക്ഷ നൽകാമെന്ന സുപ്രധാനമായ തീരുമാനം വരികയാണ്. ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. 32 ശുപാർശകളാണ് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് PSC പ്രായപരിധി. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 40 വയസ്സാക്കിയിരിക്കുന്നത്. റോഷിപ്പാൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. റോഷിപ്പാൽ, അല്പം മുൻപ് മന്ത്രിസഭ ഈ ശുപാർശകളൊക്കെ തന്നെയും അംഗീകരിച്ചിരിക്കുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുപാർശ PSC പ്രായപരിധി കൂട്ടുക എന്നതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതേത് രീതിയിലായിരിക്കുമെന്ന ആകാംക്ഷയുമുണ്ട്. ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം എടുത്തത്. PSC പ്രായപരിധി വർദ്ധിപ്പിക്കുകയാണ്. PSCക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ് വർദ്ധിപ്പിക്കുന്നത്. ജനറൽ വഴി അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി 36-ൽ നിന്നും 40-ലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അത് OBC ആണെങ്കിൽ അത് 32 SC ST 35-ലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നതാണ്. അതിൽ 45-ലേക്ക് വർദ്ധിപ്പിച്ചു. 42 വയസ്സുവരെ 43 വയസ്സുവരെ OBC അപേക്ഷിക്കാൻ കഴിയും. അങ്ങനെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം. ഏതാണ്ട് 2 ആഴ്ചക്കപ്പുറത്തേക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തൊട്ടു മുമ്പ് ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസമാകുന്ന, ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഏറ്റവും പ്രധാന തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നു എന്നാണ്. അത് പ്രായപരിധി 36-ൽ നിന്നും വർദ്ധിപ്പിക്കണമെന്ന് പല ഘട്ടങ്ങളിൽ യുവജന സംഘടനകൾ ഉൾപ്പെടെ ആവശ്യം ഉന്നയിച്ചിരുന്നു. ആവശ്യം ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്നു. 36 എന്ന PSCക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അത് 40-ലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് SC ST വിഭാഗത്തിനാണെങ്കിൽ അത് 45-ലേക്ക് ഉയർത്തുന്നു. 43 വയസ്സുവരെ OBC വിഭാഗത്തിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അതിനൊപ്പം തന്നെ JB കോശി റിപ്പോർട്ടിലെ 32 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അതും സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. മന്ത്രിസഭ അതിനും അംഗീകാരം നൽകിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ശുപാർശകൾ കൂടി ഇപ്പോൾ JB കോശി റിപ്പോർട്ടിൽ സഭകൾ ഒന്നടങ്കം റിപ്പോർട്ട് പുറത്തുവിടുന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ JB കോശി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട 32 ശുപാർശകൾ മന്ത്രിസഭ അത് അംഗീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ഏതാണ്ട് 220ഓളം ശുപാർശകൾ അംഗീകരിക്കുന്ന കാര്യത്തിൽ നടപടികൾ പുരോഗമിക്കുന്നു എന്നത്. അങ്ങനെ വീണ്ടും 32 പ്രധാനപ്പെട്ട JB കോശി കമ്മീഷനിലെ ശുപാർശകൾ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്.